ഈ രോഹിത് ശർമ്മന്റെ ഹൈ സ്കോറും ബാലബന്റെ ഡയറക്ടർ ആരാന്നൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. കെട്ടാമണ പെങ്കൊച്ചി ഇതൊക്കെ അറിഞ്ഞിരിക്കും. വീണ വരുന്നുണ്ട്, ദയവ് ഇത് നീ ഇത് കോളാക്കി. ഈ ടെസ്റ്റ് ഇവള് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ് നോ പറയും. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഹായ്. ഹായ്. കുട്ടിയുടെ പൊതുബോധം ഒന്ന് വിലയിരുത്തണം. ആമോടാണോ? ആക്ച്വലി നല്ലതാ. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നാ വീണ ആദ്യം ചോദിച്ചു. ആയുഷോ ഓ യെസ്. ബേബി ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തേ? അത് പപ്പയുടെ ഏത് സ്കീമാന്ന് ബേബിക്ക് അറിയില്ലേ? നല്ലൊരു സ്കീമാ. ലൈഫ് ഇൻഷുറൻസ് ഉണ്ടല്ലോ അല്ലേ? അതൊന്ന് ചോദ്യം എത്രയാന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ആനുവൽ ഇൻകത്തിന്റെ എത്ര ശതമാനം എടുക്കണം എന്നാണ് ബേബിയുടെ അഭിപ്രായം? ഒരു 50 20% പോരെ ബേബി? മതി. ഞാൻ കുറഞ്ഞോണ്ടാ വിചാരിച്ചൊരു 50 പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പൈസ മാറ്റി വെക്കാറുണ്ടോ? എല്ലാ മാസവും 20% വെച്ച് മാറ്റി വെക്കാറുണ്ട്. അതുപോലെ ഓ മതി. സിബിൽ സ്കോർ എത്രയാന്ന് പറയോ? സിബിൽ അതിപ്പോ ഒരു 98. അയ്യോ അത് വളരെ കുറവാ. ഇംപ്രൂവ് ചെയ്യണം. വീണതൊക്കെ എങ്ങനെ? ഹെഡ് സ്കൂൾ ഓഫ് അപ്ലൈഡ് എക്കണോമിക്സിൽ പോയി മനസ്സിലാക്കിയതാ. ഓ ഇവിടെ സൂണ പോലത്തെ ഏതൊരു എക്സാം 98 മാർക്കൊന്നും പോരെന്ന് അവൾക്ക് പ്രാന്താടാ. എടാ മണ്ട, സിബിൽ സ്കോർ, ഹെഡ് സ്കോർ, ഈ ലാലേട്ടനൊക്കെ വന്ന് ഓ പറയുന്നത്. മറ്റേ കാര്യം സാമ്പത്തികമാണ് അല്ലേ മോനെ? അതാണോ? ആ അതന്നെ. എന്നോട് എന്താ ചോദിക്കാനല്ലേ? അത് ഈ ഫേവറേറ്റ് ഡയറക്ടർ ആരാ, സിനിമ ഏതാ? ഗുഡ് ക്വസ്റ്റ്യൻ. സോ എന്റെ ഫേവറേറ്റ് മൂവി അബൌട്ട് എലി, അസ്കർ ഫർഹാദിയുടെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഹീസ് എ ജീനിയസ് അല്ലേ? ഞാനേ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് വരാം. എന്ത് സംസാരിക്കാം? ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇത് ആരടി അസ്കർ അലി? നീ അയാളുടെ ലൈഫ് പ്ലാനിങ് ഒക്കെ ചോദിക്കൂലോ? നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ പോലെ നാണക്കേടല്ലേ ഇത് വല്ല നടക്കും. ടെൻഷൻ എടുപ്പിക്കില്ലടാ. ഫെയിൽ ആവാൻ അത് വിചാരിക്കും. അയ്യോ അസ്കർ അലി.